അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് യൂസർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ലെറ്റ് നമ്പർ ഈക്വൽ ടു പാഴ്സ് ഇൻഡ് ഓഫ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ടാഗ് എഴുതുന്നു, സ്ക്രിപ്റ്റ് ടാഗിനകത്തായിട്ട് ടേബിൾ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഇൻപുട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നം എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നു. ലെറ്റ് നം ഈക്വൽ ടു പാഴ്സ് ഇൻഡ് ഓഫ് പ്രോംപ്റ്റ് ഓഫ് എൻ്റർ എ നമ്പർ. ഈ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി പാഴ്സ് ഇൻഡ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം ഡിസ്പ്ലേ ചെയ്ത് വരണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന ഹെഡിങ് വരണം. അപ്പോൾ അതിന് വേണ്ടി ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് കൊടുക്കുന്നു. H3 ആ ഒരു സൈസിലായിരിക്കും റിസൾട്ട് ഫ്രിക്സ്. ഇനി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഫോർ ലെറ്റ് i ഈക്വൽ ടു 1 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് നമുക്കറിയാലോ, ഫോർ എക്സാമ്പിൾ 2 എന്ന നമ്പറാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ 2 × 1 2 × 2 2 × 3 ഓരോ സ്റ്റെപ്പ് കഴിയും തോറും 1 2 3 എന്ന വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ദെൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ 2 ആണെങ്കിൽ 2 പ്ലസ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു എന്ന സിമ്പിൾ നമുക്ക് വരണമല്ലേ, അപ്പോൾ അതായത് ഇൻറ്റു വരുന്നതിന് വേണ്ടി നം പ്ലസ് എക്സ്. അതായത് നമുക്കറിയാം ഇൻറ്റു നമുക്ക് കാണുമ്പോൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 1 × 2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് ഏതാണോ നമ്പർ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ 5ൻ്റെ ടേബിളാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം വരേണ്ടത് എന്താ? 5 × 1. 5യുടെ വാല്യൂ 1 ആണ്. ദെൻ 1 പ്ലസ് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഏതാ വരേണ്ടത്? നം ഇൻറ്റു ഐ, 1 × 5. ദെൻ നം ഇൻറ്റു ഐ പ്ലസ് ബ്രേക്ക് കൊടുത്താലാണ് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും ബ്രേക്ക് ആയിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഒറ്റ ലൈനിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ കമ്പൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ഡബിൾ കോട്ട്സിനകത്തായിട്ട് അരയ്ക്കണം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വരേണ്ട വാല്യൂ ആണ് ഡബിൾ കോട്ടിനകത്തായിട്ട് കൊടുക്കേണ്ടത്. നം എന്ന വാല്യൂ എന്താ? ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ അല്ല, നിങ്ങൾ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് ആ വേരിയബിളിൻ്റെ വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഡബിൾ കോട്ട്സിനകത്തായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ ഡിസ്പ്ലേ ആവും. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ നമ്മളുടെ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ബോഡി ടാഗിനകത്തായിട്ടൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഷോ ടേബിൾ എന്ന ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ഈക്വൽ ടു ടേബിൾ എന്ന ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഈ ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നു. കണ്ടോ, ഷോ ടേബിൾ എന്ന ബട്ടൺ വന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ആവുന്നു. എൻ്റർ എ നമ്പർ. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 എന്ന നമ്പർ എൻ്റർ ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബ്രേക്ക് കൊടുത്തത് കൊണ്ട് ഓരോന്നും ഓരോ ലൈനിലായിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വന്നു. ക്ലിയർ ആയല്ലോ?